പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമൻ ഒടുവിൽ തൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തനിക്ക് പറ്റിയത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് ബലരാമൻ തിരിച്ചറിയുകയാണ്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റുകളാണ് താൻ ചെയ്തു പോയത് എന്ന് മനസ്സിലാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് തിരികെ സാഗരനെ കാണുന്നതിനായി വന്നിരിക്കുകയാണ്. ബലരാമൻ്റെ തിരിച്ചുവരവ് കണ്ട് സാഗർ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് സാഗറിനോട് എനിക്ക് വലിയ തെറ്റാണ് സംഭവിച്ചു പോയത്. ഞാൻ സത്യങ്ങൾ അറിയാതെയാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചത്. എന്നോട് ക്ഷമിക്കുന്നതിനായി അച്ഛൻ തയ്യാറാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബലരാമൻ. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സാഗറാകെ ഞെട്ടിപ്പോവുകയും എന്നെ അച്ഛനെന്ന് വിളിക്കാനുള്ള യോഗ്യത നിനക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. നീ എൻ്റെ മകനെ പോലെയായിരുന്നു ആദ്യം കണ്ടപ്പോൾ. എത്രയധികം സ്നേഹമായിരുന്നു നിനക്ക് ഞാൻ നൽകിയത്, കൂടാതെ ശുചിയും. പക്ഷേ നീ ഞങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും നീ ഞങ്ങളെ സ്നേഹിച്ചിരുന്നില്ല. മാത്രവുമല്ല എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനല്ലേ നീ ശ്രമിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോകുന്ന ബലരാമൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയത് വലിയ തെറ്റുകൾ തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതിന് മാപ്പ് പറയുന്നതിനും ഞാൻ തയ്യാറാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നിന്റെ മാപ്പ് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ബലരാമന്. ഇവിടെ നിന്ന് പോകാം. നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇത് കേൾക്കുന്ന ബലരാമൻ ഉടൻ തന്നെ സാഗറിൻ്റെ കാല് പിടിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛാ, എന്നെ തള്ളിക്കളയരുത്. ഞാൻ സത്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. ഇതേ സമയം അവിടേക്ക് സുജ വന്നതിനെ തുടർന്ന് അമ്മ, എന്നോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് സാധിക്കുകയില്ലേ? ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെയാണ്. എന്നെ സുമിത്ര തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. എല്ലാ കാര്യവും നിങ്ങൾ മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചു പോയതാണ്. ഇപ്പോൾ ഞാൻ അതിൽ ക്ഷമ ചോദിക്കാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുതന്നെയാണ് സംഭവിച്ചത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. ഞാൻ ആ കാര്യം ആലോചിച്ച് ഇപ്പോൾ ലജ്ജിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല അച്ഛാ. എന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാഗറിന് ദേഷ്യം വന്നിരിക്കുകയാണ്. ഇതോടെ സാഗർ, ഇനിയും എന്നെ കൊണ്ട് ഒന്നും നീ പറയിക്കരുത്. നിനക്ക് ഇവിടെ നിന്ന് പോകാം ബലരാമ. നിന്നെ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യം ഞാൻ നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. നീ എൻ്റെ മകനല്ല. എൻ്റെ മകനായിരിക്കുന്നതിനുള്ള ഒരു യോഗ്യതയും നിനക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിന്നെ ഞാൻ അത്രയധികം ഇപ്പോൾ വെറുക്കുന്നുണ്ട്. എൻ്റെ മകൾ കൃപയെ കൊല്ലാനാണ് നീ ശ്രമിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി നീയുമായുള്ള ഒരു സംസാരവും അതുപോലെ തന്നെ കണ്ടുമുട്ടലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഒഴിവാക്കുന്നതിന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവായി നീ ഇവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഇനി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് വേദനയോടെ ഇറങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ചെയ്യുന്നത്.
പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം കൃഷ് അറിയാൻ ഇടയാകുന്നത്. തൻ്റെ സഹോദരനാണ് ബലരാമൻ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൃഷ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം കൃഷിൻ്റെ മുന്നിൽ ബാക്കിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.